ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോർണിംഗ്. എവരിബഡി. ഏതായാലും കുറച്ച് ദിവസമായല്ലോ നമ്മളെ ക്ലാസ് നിന്ന് പോയിട്ട്. അപ്പൊ വീണ്ടും ആവർത്തിക്കാൻ കഴിഞ്ഞ്. അപ്പോ ഈ മെഡിറ്റേഷൻ ഇല്ലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് തോന്നിയോ? കുറച്ച് ദിവസം ഇല്ലാത്തത് കൊണ്ട് ഇല്ല, എന്നും ചെയ്യണത്. ഞാനിതില് നല്ല വിഷമം തോന്നി. പക്ഷെ ഞാനിതില് റെക്കോർഡ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് എനിക്കിത് ലൈവ് ആണെങ്കിൽ എടുക്കാം, ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. റെക്കോർഡ് എടുക്കണ അത്ര സുഖമില്ല. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ ഒരു മെഡിറ്റേഷൻ ഇട്ടിട്ട് അതിൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് കുറെ ഐഡിയ. കുറെ മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പിന്നെ റസീനക്ക് എന്റെ അടുത്ത് വരുന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ മുന്നുമായിട്ട് എന്താണ് വ്യത്യാസം തോന്നിയത്? എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ വിഷമമായിരുന്നു. എന്റെ വീട്ടിന്റെ എന്താ പറയുക കരച്ചിൽ തന്നെ ആയിരുന്നു. ആരും എന്ത് പറഞ്ഞാലും അത് പിന്നെ ആവർത്തിച്ച് ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോ ഹലോ, അസ്സലാമു ഇങ്ങനെ അലൈക്കും. അവിടെ വന്ന് അസ്സലാം. പറഞ്ഞോ. അവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ല. അതിങ്ങനെ മനസ്സിൽ വരുന്നില്ല. കാരണം ഞാൻ ഹസ്ബൻഡ് തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു തോട്ട് എപ്പോഴും ഇങ്ങനെ വന്നിരുന്നു. ആ അങ്ങനെയൊന്നും ഇല്ല. തോട്ട്, ഇനിയിപ്പോ അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾക്ക് വരുമ്പോ നമ്മുടെ പ്രശ്നങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് അതൊക്കെ. ജീവിതം തകരുന്നതിന്റെ അടയാളാണിത്. ആ രൂപത്തിൽ നമ്മൾ ചിന്തകൾ വരുമ്പോ ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നു അല്ലേ? ഓക്കെ, ഞാൻ മ്യൂട്ടാക്കി. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇപ്പൊ ആ അവസ്ഥയിലൊക്കെ മാറ്റം വന്നു. ഉം. നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങുന്നത് ഇന്ന് സാധാരണ എടുക്കുന്നത് പോലെയുള്ള തന്നെ സെൽഫ് ലവ്. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ള, അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ഒരു മാറ്റം സാധ്യമാവണമെങ്കിൽ സാമ്പത്തികമായും ആരോഗ്യപരമായും ഒക്കെ നമ്മളിൽ നിർബന്ധമായും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അത് ക്ഷമിക്കാനും ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് നിലപാടെടുക്കണം. നമ്മൾ ഒരാളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും പല രൂപത്തിലും. നമ്മളെ വാക്കുകൾ കൊണ്ടും സാമ്പത്തികമായിട്ടൊക്കെ തരാനുള്ളത് തരാതെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇങ്ങനെ പണം വായ്പയായിട്ട് വാങ്ങിപ്പോവുക. ഇങ്ങനെ പല രൂപത്തിലും ആണ് ഓരോരുത്തർക്ക് അനുഭവങ്ങൾ ഉണ്ടാവല്. ഇങ്ങനെയൊക്കെ നമ്മൾ വിഷമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്ത് വന്നാലും നമുക്കത് ഒരു വിഷമമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ ഫീൽ ചെയ്യൂല. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾ ഏത് രൂപത്തിലൂടെ നീക്കണം. എന്റെ ചിന്ത സൃഷ്ടാവിനിക്ക് അനുഗ്രഹമായി നൽകിക്കൊണ്ടുള്ള ഈ ചിന്തകളെ വെറുതെ അങ്ങനെ അതും ഇതും കണ്ടതും കേട്ടതും ഒക്കെ ചിന്തിച്ച് ചിന്തിച്ച് നല്ലൊരു ജീവിതത്തെ തകർക്കാനുള്ളതാണോ, അല്ലെങ്കിൽ എന്റെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ചിന്തകൾ തന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിന്റെ ചിന്തകളുടെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ റൈറ്റ് വേയിലേക്ക്, അതായത് നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ നീക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഇതിന്റെ പ്രാധാന്യം കൊടുക്കാതെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെയാണ് നമ്മുടെ മനസ്സിനെ ഒരുപാട് ആളുകൾ ആക്കിയത്. ആരോ എന്തോ പറഞ്ഞതും ചെയ്തതും എല്ലാം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഒരു ശത്രു, നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഉയർച്ചയെ ഇഷ്ടപ്പെടാത്ത, നമുക്ക് എപ്പോഴും തകർച്ച ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ശത്രു എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അതില്ലാത്ത ആളുകൾ അപൂർവേ. അപ്പൊ ഈ ശത്രു ആരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഈ ശത്രുവിനെ തൊട്ടായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ചിന്ത. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ശത്രുവിനെ നമ്മൾ മനസ്സിൽ നിന്ന് പുറത്തേക്ക് നിർത്തും. കാരണം അവരെ പറ്റി ചിന്തിക്കുമ്പോൾ, അവരെ പറ്റി അവർക്ക് വേണ്ടി നമ്മൾ വിൽമ് ആഗ്രഹിക്കുമ്പോൾ
തിന്മ ആഗ്രഹിക്കുമ്പോൾ നമ്മളാണ് തകരുന്നത്. എനിക്ക് എന്നെ സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയെ എന്റെ മനസ്സിൽ കയറ്റരുത്. ഞാൻ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ അവരങ്ങനെ എന്നോട് ചെയ്യുന്നു, അല്ലെ ഇവരിങ്ങനെ എന്നോട് ചെയ്യുന്നു, എന്ത് സംസാരിച്ചാലും എന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് എന്നിങ്ങനെ എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തെല്ലാം ഞാൻ നന്മകൾ ചെയ്തിട്ടും അവർ എനിക്കെതിരെയാണല്ലോ തിരിയുന്നത്. ഇത്തരം ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ മനസ്സിലൂടെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് തന്നെ തകർച്ചയായിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു സംഗതിയും മനസ്സിലേക്ക് എടുക്കൂല. കാരണം നല്ലൊരു ഭാവി, നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടാവും, ആ പ്രശ്നത്തെ ഓവർടേക്ക് ചെയ്യാൻ, ആ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാം നമ്മളെ ഉള്ളിലുണ്ട്. അത് പരിഹരിക്കപ്പെടാതെ ഇത്തരം വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ, നമ്മളെ വെറുപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ആ ആളെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തകളായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീക്കുമ്പോൾ നമ്മളാണ് തകരുന്നത്, അവര് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്നാണോ അന്ന് മുതൽക്ക് നമ്മുടെ ചിന്തകളെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ കഴിയണം. എന്താ, വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് അഴുക്കുകളും അതുപോലെ രോഗാണുക്കളും പുഴുക്കളും ഒക്കെ ഉണ്ടാവുന്നത്, വേസ്റ്റിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒരിക്കലും വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കരുത്, കുപ്പത്തൊട്ടി ആക്കരുത്. കുപ്പത്തൊട്ടി ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒന്നിനൊന്ന് മാറി മാറി ഓരോ ഇഷ്യൂസും, വീണിട്ട് എന്തെങ്കിലും കയ്യോ കാലോ ഒടിയല്, ആക്സിഡന്റ് എന്നിങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കും മനസ്സ് കുപ്പത്തൊട്ടിയാവുമ്പോൾ. എന്നാൽ മനസ്സിന് എന്റെ ചിന്തകളെ ഏത് രൂപത്തിലൂടെ നീക്കണം? ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ട് ഇനി ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കൂല എന്റെ മനസ്സിൽ നിന്നുള്ള ചിന്തകൾ എടുത്ത് ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എനിക്കിനി മാന്യമായ അന്തസ്സുള്ള ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്ന ചിന്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചനോട് രണ്ടാഴ്ചനോടൊന്നും മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു ഏകദേശം ഒരു 5-6 മാസം എടുക്കുമ്പോഴേക്കും, കാരണം ചിന്തകൾ റൈറ്റ് വേയിലൂടെ നെഗറ്റീവിൽ നിന്ന് മാറ്റി പോസിറ്റീവിലേക്ക് മാറ്റിക്കെട്ടാനും, ദുഃഖമുള്ള മനസ്സിന് അസ്വസ്ഥതയുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി സന്തോഷമുള്ള അവസ്ഥയിലേക്ക് മാറ്റാനും നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയർന്നൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ ശരിക്കും നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് നമ്മളെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മളെ ഉള്ളിലുള്ള സൃഷ്ടാവ് തന്നിട്ടുള്ള ആത്മശക്തിയാണ് നമ്മൾ ഇതിലൂടെ കണ്ടെത്തുന്നത്. അപ്പൊ അതിനാല് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നത്. അപ്പൊ ഇന്ന് ആ മെഡിറ്റേഷനാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ഒരു ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. എന്നിട്ട് കാലുകൾ തറയിൽ തട്ടിച്ച് പതിയെ കണ്ണുകൾ അടക്കുക. ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക. ഒരു 3 പ്രാവശ്യം ശ്വാസം എടുത്തതിന് ശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ചിന്ത കൊടുക്കുക. എന്താണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ? സമാധാനമുള്ളതാണോ, സന്തോഷമുള്ളതാണോ, അല്ലെങ്കിൽ നിരാശയും ദുഃഖവുമാണോ വരുന്നത് എന്ന് ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ മനസ്സിൽ നിന്ന് എന്ത് ചിന്തകൾ വരുന്നു? ഓക്കെ, നന്നായി ശ്വാസത്തിൽ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ഒരു ദൈവികമായിട്ടുള്ള ഒരു എനർജി ഉള്ളിലേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, നന്നായി റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്.
ഒന്നുകൂടെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. ഇനി ഒരു 3 മിനിറ്റ്, സോറി 1 മിനിറ്റ് എന്ത് ചിന്തകളാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധ കൊടുക്കുക. നെഗറ്റീവാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതെങ്കിൽ അതിനി ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കാതെ പോസിറ്റീവിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റാൻ കഴിയണം. പോസിറ്റീവാണ് വന്നതെങ്കിൽ കൂടുതൽ നല്ല ശുഭപ്രതീക്ഷയുള്ള സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathe in, breathe out. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് റിലാക്സ് ആയി വയറിന്റെ അടിഭാഗത്ത് ശ്വാസം എത്തുന്നത് വരെ എന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ശ്വാസം എത്തുന്നു. ദൈവികമായിട്ടുള്ളൊരു എനർജി ഉള്ളിലേക്ക് എത്തുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്റെ ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ വായു ആവശ്യമാണ്. എനിക്ക് മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാൻ ഈ വായു ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വായു പുറത്തേക്ക് വിടുമ്പോൾ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കിക്കൊണ്ട് വായ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിടാം. ഒന്നുകൂടി. ബ്രീത്തിങ്, മനസ്സും ശരീരവും ശാന്തമാകുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ എനർജി എത്തുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കാം. ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്ത കൊടുത്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒന്നുകൂടി. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്ത വെക്കുക. അറിയാതെ ഒരുപാട് വിഷമങ്ങളുണ്ട്, അതെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ള ചിന്ത വെക്കുക. ഒന്നുകൂടി. ബ്രീത്ത് ഇൻ. ഇതൊക്കെ കണ്ണുകൾ അടച്ചാട്ടോ ചെയ്യേണ്ടത്. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി നിങ്ങൾ നേരിടുന്ന ഹെൽത്ത് പ്രോബ്ലം മുഴുവൻ സോൾവ് ആയി നല്ലൊരു ആരോഗ്യത്തോടെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതായി മനസ്സിൽ കണ്ടുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടും. ബ്രീത്ത് ഔട്ട്. ഇനി ബ്രീത്തിങ്. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ
ഇഷ്ടംപോലെ പണം നമ്മളിലേക്ക് എത്തിയതായി, മനസ്സിൽ ഒരു പണത്തിന്റെ, സ്വർണ്ണാണെങ്കിലും പണത്തിന്റെ ഒക്കെ ഒരു 500-ന്റെ ഒരുപാട് നോട്ടട്ടികൾ ഉള്ളതായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോ നമ്മുടെ ശത്രു നല്ല സ്നേഹത്തോടെ ഇതുവരെ പെരുമാറിയതിന് പകരമായിക്കൊണ്ട് നല്ലൊരു അവസ്ഥയിൽ നമ്മളോട് പെരുമാറുന്നതായി തിങ്ക് ചെയ്യാം, മനസ്സിൽ കാണാം. ഓക്കെ. ഇന്നത്തെ പ്രഭാതം കാണാൻ ഭാഗ്യം തന്ന പ്രപഞ്ച സൃഷ്ടാവിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ ആരംഭിക്കാം. പ്രപഞ്ച സൃഷ്ടാവെ, നിന്റെ ഇച്ഛയാൽ ജന്മമെടുത്ത പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാകുന്നു ഞാൻ. എന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സഹപ്രവർത്തകരോടും കൂട്ടുകാരോടും മാതാപിതാക്കളോടും അയൽവാസികളോടും മക്കളോടും എൻ്റെ സഹജീവികളോടും മറ്റു മൃഗങ്ങളോട് പക്ഷികളോട് പോലും പ്രകൃതിയോട് സർവോപരി എന്നോട് തന്നെയും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ എൻ്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ അതൊന്നും തെറ്റാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എങ്കിൽ ഇന്ന് ഞാനൊരു പുതിയ വ്യക്തിയായി പരിണമിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ എൻ്റെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേറ്റ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. ഐ ആം സോറി. ഐ ആം റിയലി സോറി. ഞാൻ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് പുറത്തു തരണം. എൻ്റെ അറിവില്ലായ്മ കാരണം ഒരു കാലഘട്ടത്തിലുള്ള ഇത്തരം അറിവുകളെ ലഭിക്കാത്തത് കൊണ്ട് ഞാൻ പല രൂപത്തിൽ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. പ്രപഞ്ച സൃഷ്ടാവേ, നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നീയാണ് എന്നെ ഭൂമിയിലേക്ക് വിട്ടത്. നിന്നിലേക്കാണ് എൻ്റെ മടക്കം. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഐ താങ്ക് യു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും കണ്ടെത്താതെ മനസ്സിനെ അറിയാതെ ഇത്തരം അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയും എൻ്റെ ജീവിതം ഈ രൂപത്തിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഇനി മുതൽ എൻ്റെ അനുഗ്രഹങ്ങളാണ്, നീ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊടുക്കുന്നത്. ഐ താങ്ക് യു. ഞാൻ ഓരോരോ അനുഗ്രഹങ്ങൾക്കും കടപ്പെട്ട വ്യക്തിയാണ്. ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ബ്രീത്ത് ഇൻ. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് തോട്ട് കൊടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. അതുപോലെ തന്നെ എന്നെ പരിഹസിച്ചവരോടും മാനസികമായി പീഡിപ്പിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടും കുറ്റപ്പെടുത്തിയവരോടും ഒറ്റിക്കൊടുത്തവരോടും ഇപ്പോൾ ഞാനും നിരുപാധികം ക്ഷമിക്കുന്നു. എനിക്ക് ക്ഷമിക്കാനും ഓർക്കാനും തിരിച്ചറിവ് തന്ന പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങേക്ക് ഒരുപാട് ഒരുപാട് നന്ദി. കോടിക്കണക്കിന് നന്ദി രേഖപ്പെടുത്തുന്നു. ബ്രീത്ത് ഇൻ. Breathe out. Breathe in. Breathe out. ഇതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തു മറ്റുള്ളവരോട് എന്ന് ശ്രദ്ധിക്കാതെ, മറ്റുള്ളവർ എന്നോട് മോശമായി പെരുമാറുന്നു, മറ്റുള്ളവർ എന്നെ വേദനിപ്പിക്കുന്നു തുടങ്ങിയ ചിന്തകളായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പെരുമാറ്റവും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെന്ന്.
ഇങ്ങനെ ഇഷ്ടക്കേടുകൾ അധികരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളൊരു സത്യം എനിക്കിപ്പോൾ തിരിച്ചറിഞ്ഞു. ഇനി മുതൽ എന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ തീരുമാനിക്കുന്നു. ഇനി മുതൽ എന്ത് ചിന്തകൾ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കണം, എന്റെ ജീവിതം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്, സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്, സമ്പത്തിൽ നിന്നും സമ്പത്തിലേക്ക്, ആരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് ഉയരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാർദ്ധക്യമൊക്കെ ഭയങ്കര ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം സാധ്യമാവണമെങ്കിൽ ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളെ ഞാൻ അംഗീകരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കറകളെ മാറ്റിക്കൊണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ സോറി പറയുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു, ഐ ആം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് മുതൽക്കാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ആരംഭിക്കുന്നത്. എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ, എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ന് പഠിക്കുന്നുവോ അതിനുശേഷമാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക. ആത്മാർത്ഥമായും എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങണം. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് പ്രപഞ്ച സൃഷ്ടാവ് ദാനമായി നൽകിയിട്ടുള്ള ആ എനർജിയെ, ആത്മശക്തിയെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അതിനെ ഞാൻ ഇനി ഒരിക്കലും കറുപ്പിക്കുകയില്ല. അതിന് ഇനി ഞാൻ വിഷമങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയില്ല. ജീവിതമാകുമ്പോൾ സന്തോഷവും ദുഃഖവും ഉള്ളതുപോലെ ദുഃഖത്തെ ഞാൻ ഒരിക്കലും ഉള്ളിലേക്ക് എടുക്കാതെ ഒരു മതില് കെട്ടി എൻ്റെ ആത്മശക്തിയെ ഞാൻ ഉള്ളിൽ സുരക്ഷിതമാക്കുവാൻ തീരുമാനിക്കുന്നു. അത് കേടായാൽ, അത് ഡൗൺ ആയാൽ എൻ്റെ ജീവിതം മൊത്തം കേടായി, ഡൗൺ ആയി. അതുകൊണ്ട് അതിനെയാണ് ഇനി ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിലൂടെ ഞാൻ എന്നെ സ്നേഹിക്കാൻ ആരംഭിക്കുന്നു. Breathe in, breathe out, breathe in. നന്നായി റിലാക്സ് ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. breathe out. ഞാൻ ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. പണവും ജോലിയും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും, ഭംഗിയും ഏതവസ്ഥയിലാണെങ്കിലും, ഭംഗിയും ഒന്നും ഇല്ലെങ്കിലും ഞാൻ എനിക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഈ ജീവിതത്തെ, ഈ ശരീരത്തെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ഭാവിയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ കഴിവുകളെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ആത്മവിശ്വാസത്തെ ഉയർത്തുവാൻ ഇനി മുതൽ തീരുമാനമെടുക്കുന്നു. ഞാൻ നല്ല നല്ല അറിവുകളെ സ്നേഹിക്കുവാൻ ആരംഭിക്കുന്നു. നല്ല നല്ല പ്രവൃത്തികളും നല്ല നല്ല ചിന്തകളും മാത്രമാണ് ഇനി എൻ്റെ ഉള്ളിൽ നിന്നും വരിക. ഞാൻ എൻ്റെ ശരീരത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തെയും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ബ്രീത്ത് ഇൻ, നന്നായി റിലാക്സ് ആയിക്കൊണ്ട് 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. Breathe out, breathe in, breathe out. എൻ്റെ ജീവിതം ഉയർത്തിയെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ജീവിതം കൊണ്ട് മഹത്തായ പല കാര്യങ്ങളും ചെയ്യുവാനുണ്ട്. എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കുവാൻ ഉള്ളതാണ്. എൻ്റെ ജീവിതത്തെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ഉയർത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തെ ശരിയായ മാർഗത്തിലൂടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഡ്രൈവർ ആകണം.
ഞാൻ എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലേക്ക് ചിന്തകളിലൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഞാൻ എന്റെ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞാൻ എന്റെ ജീവിതം കൊണ്ട് മഹത്തായ പല കാര്യങ്ങൾ ചെയ്യുവാനും തീരുമാനിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഭാവിയിൽ ധാരാളം സന്തോഷം അനുഭവിക്കാനുമുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലൂടെ എന്റെ ആരോഗ്യവും സമ്പത്തും സമാധാനവും എന്റെ ബന്ധങ്ങളും എല്ലാം ശക്തിപ്പെട്ടുകൊണ്ട് സന്തോഷമുള്ള ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിലേക്ക് ഉയരുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ബ്രീത്തിങ്. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. കണ്ണടച്ചുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യേണ്ടത്. ബ്രീത്ത് ഔട്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ഷണികമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ ഞാൻ നെവർ മൈൻഡ് ആക്കിക്കൊണ്ട് എന്റെ മനസ്സിനെ ഇനി ഭാവി സുന്ദരമായിട്ടുള്ള എല്ലാ നിലക്കും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയതായിട്ടുള്ള ഒരു ജീവിത രീതി എന്റെ മനസ്സിലേക്ക് ഞാൻ സ്വീകരിച്ചുകൊണ്ട് എന്റെ മനസ്സിന് സന്തോഷം നിറച്ചുകൊണ്ട് ഇനി അവിടേക്കാണ് എന്റെ ജീവിതമാകുന്ന യാത്രയെ ഞാൻ കെട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഞാൻ നെവർ മൈൻഡ് ആക്കുന്നു. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരുപാട് പണം നേടിക്കൊണ്ടും ആരോഗ്യവതിയായിക്കൊണ്ടും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ഒരു ജീവിതം എന്റെ മുന്നിൽ ഞാൻ ഇപ്പോൾ വിഷനായിക്കൊണ്ട് എന്റെ ഒരു ജീവിത മാർഗമായിക്കൊണ്ട് നേടാനുള്ള ഒരു ലക്ഷ്യമായിക്കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കെട്ടുന്നുണ്ട്. തീർച്ചയായും ഇനി അവിടേക്കാണ് എൻ്റെ യാത്ര. ഈ പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ജീവിതത്തോട് ഞാൻ വിട പറയുവാൻ തീരുമാനിച്ചിരിക്കും. എനിക്ക് എൻ്റെ മേൽ നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് എന്നോട് തന്നെ മതിപ്പുണ്ട്. ഞാൻ എന്നെ പൂർണ്ണമായും മോട്ടിവേറ്റ് ചെയ്ത് ഉയർത്തുന്നു. ബ്രീത്തിങ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി എന്നോട് തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഉഷാറാണ്. ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഞാൻ ധൈര്യമുള്ള വ്യക്തിയാണ്. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. ഞാൻ സമാധാനമുള്ള വ്യക്തിയാണ്. ഞാൻ സമ്പത്തുള്ള വ്യക്തിയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് എന്നിലേക്ക് ഒരുപാട് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഞാൻ ആരോഗ്യം ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയുടെ കഴിവിനെ മനസ്സിലാക്കി എൻ്റെ വിൽ പവർ സ്ട്രോങ് ആക്കി എൻ്റെ ആരോഗ്യം ഞാൻ തിരിച്ചു പിടിക്കുന്നതായി എനിക്കിപ്പോൾ മനസ്സിൽ കാണാൻ പറ്റുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതം എനിക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹീതമായിട്ടുള്ള ഈ എനർജി ആത്മശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ പഠിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ഉണ്ടാക്കുന്നുവോ അതെല്ലാം എൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായതായി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഇപ്പോഴത്തെ എന്നെ നോക്കി ഞാൻ ഇനി എൻ്റെ ഭാവി ഒരിക്കലും നിർവചിക്കുകയില്ല. ഇപ്പോഴത്തെ ഞാൻ താൽക്കാലികം മാത്രമാണ്. റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നന്നായി എൻ്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നു. എനിക്ക് എന്നെ മാറ്റേണ്ടത് ആവശ്യമാണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ സമാധാനം അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. ആരും എനിക്ക് കൊണ്ടുവന്നു തരികയില്ല. അതുകൊണ്ട് യഥാർത്ഥ ഞാൻ ഉണരാൻ പോകുന്നതേയുള്ളൂ. യഥാർത്ഥ ഞാൻ ഏതാനും നാളുകൾക്കുള്ളിൽ എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരും. യഥാർത്ഥ ഞാൻ അതീവ ശക്തയും വളരെ ആകർഷണ സ്വഭാവമുള്ള വ്യക്തിയും കരുത്തുറ്റവനും വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയുമാണ്. എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, സമാധാനം. എനിക്ക് തീർച്ചയായും ഞാൻ എന്ന് മാറുന്നുവോ, ചിന്തകളെ ഞാൻ എന്ന് മാറ്റുന്നുവോ അന്ന് മുതൽക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ എന്നെ ഒരുപാട് പ്രാവശ്യം ലവ് മീ, ലവ് മീ, ലവ് മീ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കാൻ മറന്നതാണ് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു.
ഞാൻ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുമ്പോൾ ഞാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ട് എൻ്റെ മനസ്സിനെ മാറ്റുകയില്ല. എൻ്റെ നല്ല നല്ല ഭാവി നേടാനുള്ള ചിന്തകൾ കൊണ്ട് നിറച്ച് എൻ്റെ പ്രശ്നത്തിലേക്കല്ല ഞാൻ ഫോക്കസ് കൊടുക്കുക, എൻ്റെ ഭാവി നേടുന്നതിലേക്കാണ്. ആരോഗ്യമുള്ള ഒരു ശരീരം, സമ്പത്തുള്ള ഒരു അവസ്ഥ, ഇത് ഒക്കെ നേടാനാണ് ഇനി ഞാൻ എൻ്റെ ചിന്തകളെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള ജീവിതവും നമുക്ക് നയിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സൃഷ്ടാവ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് വിട്ടു. പക്ഷെ അതിന്റെ റൂട്ട്, ഏത് റൂട്ടിലൂടെ നയിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്തത് കാരണം നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം എനിക്ക് മാറ്റമുണ്ടാവണം. ഞാൻ ഉഷാറാണ്, ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിലുള്ള എനർജിയെ ഞാൻ സ്നേഹിക്കും. എൻ്റെ ജീവിതം മാറണം, അതെന്റെ അവകാശമാണ്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം, ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി 3 പ്രാവശ്യം കൂടി ഞാൻ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നു. ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in. ഓക്കെ, ഇനി കൈകൾ നന്നായി ചൂടാവുന്നത് വരെ നന്നായിട്ട് വാമപ്പ് ചെയ്യാം. എന്നിട്ട് 2 കണ്ണുകളിലും മുഖത്തും തടവിക്കൊണ്ട് കൈകളിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് തടവാം. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ കാണുന്നതിന് വേണ്ടി സന്തോഷത്തോടു കൂടി കണ്ണുകൾ തുറക്കുക. അതെന്താണ് ഫീൽ ചെയ്തത്? ഇങ്ങനെ ഈ മെഡിറ്റേഷൻ ഇപ്പൊ കുറച്ചു ദിവസം നിന്നല്ലോ, നിങ്ങൾക്ക് ഇനി മെഡിറ്റേഷൻ വേണ്ട എന്നാണോ ഫീൽ ചെയ്തത്? അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനോ ശരീരത്തിനോ മാറ്റം ഉള്ളതായിട്ട് നല്ല എനർജി തോന്നുന്നു. നല്ല ഡൗൺ ആയി കിടക്കണല്ലോ. ഡൗൺ ആയി നിൽക്കുന്നു, അപ്പൊ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുങ്ങനായിട്ടൊന്ന് ഉറങ്ങിക്കിനെ, ചെറുങ്ങനൊന്ന് കണ്ണു മാടിക്കിന്. എന്നാലും അൽഹംദുലില്ലാ. ഈ നാളത്തെ ക്ലാസ്സിന് പങ്കെടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. എന്റെ എനർജിന് 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ചെറിയൊരു പെയ്ഡ് ക്ലാസ് ആണ്. 12, 13, 14 ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ, എനർജി ഡൗൺ ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ആരോഗ്യത്തെ സംബന്ധിച്ച് മാത്രമായിരിക്കും ആ 3 ദിവസവും നമ്മൾ സംസാരിക്കല്. ഈ ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് ഉണ്ടാവും. വെൽക്കം വെൽക്കം, താങ്ക് യു എന്ന് പറഞ്ഞു. വെൽക്കം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ മെഡിറ്റേഷൻ അല്ലേ? മ്യൂട്ടാണ് അല്ലേ? അല്ല, സംസാരിക്കാൻ പറ്റില്ലല്ലോ. 4 ഓഫാക്കുകയാണ്. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള എനർജറ്റിക്കായ ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറ്റട്ടെ. അതുപോലെ ഇത് ഞാനിപ്പോ അപ്ലോഡ് ചെയ്യും യൂട്യൂബിലേക്ക്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഈ മെഡിറ്റേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറും. നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിതം മാറ്റി, ചിന്തകൾ മാറ്റിയിട്ട് ജീവിതം മാറിയതായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു സന്ദേശം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. പാസ്റ്റ് അനുഭവങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട്, അത് വേസ്റ്റ് തോട്ടാണ്, അത് എനിക്ക് നിലനിർത്തുന്നതിൽ ഒരു ഉപകാരവും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇനി നല്ലൊരു ചിന്തകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തരം കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട്, കാരണം നമ്മളാണല്ലോ ആദ്യം ശരിയാക്കേണ്ടത്. നമ്മുടെ പുരോഗതിക്ക് ആവശ്യമുള്ള
പണം നമ്മൾ സ്വന്തത്തിന് ആവശ്യമുള്ള പണം നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാവണം. നല്ല ആത്മസംസ്കരണം നേടിക്കൊണ്ട് എന്റെയൊക്കെ ജീവിതത്തിൽ മാറ്റം വന്നത് ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നത് ഞാൻ പണത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല, ഞാൻ അറിവിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. പണമില്ലാത്ത അവസ്ഥയും ഇപ്പൊ EFTന്റെ ക്ലാസ് എനിക്ക് തരാമെന്ന് ടീച്ചർ പറഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ ചെലവിനുള്ള ആ പൈസ എടുത്തിട്ടാണ് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയത്. പക്ഷെ എനിക്ക് ഒട്ടും നഷ്ടമായിട്ടില്ല. പിറ്റേന്ന് മുതൽക്ക് എനിക്ക് പിന്നെ പണം വരുന്ന ഒരു അട്രാക്ഷൻ പോലെ ഒരു അവസ്ഥയാണ് പിന്നീട് സംഭവിച്ചത്. അപ്പൊ നമ്മൾ പണത്തെ സ്നേഹിക്കുന്നതിന് പകരം സ്വന്തത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത്തരം വാല്യബിൾ ആയ അറിവുകൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത് എന്ന് ഞങ്ങളുടെ ഗുരുക്കന്മാർ നമ്മളോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നീക്കുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആർക്കും വാല്യൂ ആയിട്ട് ഫീൽ ചെയ്യില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ഭയങ്കരമായി പ്രയാസം നേരിടുന്ന ആളുകളെ ഞാൻ ഫ്രീ ആയിട്ട് ചേർത്താറുണ്ട്. പക്ഷെ പെയ്ഡ് പൈസ തന്ന ആള്, ഫീസ് അടച്ച ആളുകൾ ആ ക്ലാസ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല റിസൾട്ട് തിരിച്ചു തരും. ഇങ്ങനെയുള്ള ആളുകൾ ഇടക്ക് വെച്ച് നിന്ന് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സംഗതി നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അതിനോടുള്ള സമീപനം നമുക്ക് എന്താണ് എന്നുള്ളത്. വെറുതെ കിട്ടിയല്ലേ, ഈ മൈൻഡ് ചെയ്യേണ്ടെന്നുള്ള ഒരു നിലപാടാണ്. അപ്പൊ നിങ്ങളിൽ മാറ്റം ഉണ്ടാവണം, ചിന്തകളെ ശരിയാക്കിക്കൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ ക്ലാസ്സുകൾ വെക്കുന്നതും എല്ലാവരുടെ ജീവിതവും ചിന്തകളും മാറി നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സമാധാനം സന്തോഷമുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം രണ്ടവസ്ഥയും അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ദുഃഖവും നിരാശയും ആരോഗ്യ പ്രശ്നങ്ങളും പൈസ ഇല്ലാത്തയും ഒരു അവസ്ഥയിലൂടെ ജീവിച്ചു പോയപ്പോൾ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ എന്നോട് ചോദിച്ചതുപോലെ എൻ്റെ മുന്നിലുള്ള സഹോദരങ്ങൾ സ്വന്തത്തോട് ചോദിക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതും ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ സാധിച്ചതും. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നല്ല സന്തോഷമുള്ള എനർജറ്റിക് ആയ സമാധാനമുള്ള ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ എന്നും ഹാവിങ് എ നൈസ് ഡേ. അതേപോലെ നിങ്ങളെല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും. എല്ലാവരിലേക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കണ്ണടച്ചുകൊണ്ട് കേൾക്കാൻ ആവശ്യപ്പെടാം. ഒരു തിരി ഒരു സന്തോഷത്തിന്റെ ഒരു വെട്ടം അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സജ്മുദ്ദീൻ, ഞാൻ കുറെ ദിവസമായി വിളിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ പല തിരക്കുകൊണ്ടും കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഞാൻ പിന്നെ വിളിക്കട്ടോ. സമയം ഓവറായി, ഓഫാക്കാണേ. ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്യൂട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ഓക്കെ.